വാർത്തകൾ ആദ്യമേ അറിയാൻ പ്രൈം ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ. മരണവേദനയോടെ തുല്യമാകുന്ന പ്രസവവേളയിൽ സ്വാന്തനത്തിന്റെ കരസ്പർശവുമായി ചേർന്നു നിന്ന ഡോക്ടറെക്കുറിച്ച് ഹൃദയം തുറന്നെഴുതുകയാണ് സമദ് റഹ്മാൻ. ഒരു പെൺകുഞ്ഞിനെ കിട്ടാൻ കൊതിയോടെ കാത്തിരുന്ന നാളുകളിൽ കരുണയും കരുതലും കാട്ടി തങ്ങളുടെ കുടുംബത്തിലെ ഒരാളെപ്പോലെ ചേർന്നു നിന്ന ഡോക്ടർ യശസ്സിനെക്കുറിച്ചാണ് സമദിന്റെ കുറിപ്പ്. ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെ: ഗർഭിണിയാണെന്നറിഞ്ഞതു മുതൽ അവൾക്കുള്ളിൽ ആദ്യം നിറഞ്ഞു തുടങ്ങിയിരുന്നു. 3 ആൺകുട്ടികളുടെ അമ്മ, 4ാമതൊരു പ്രസവത്തിനുള്ള തയ്യാറെടുപ്പ്. 9, ചിലപ്പോൾ 10 മാസം ചുമക്കേണ്ടി വരുന്നതും 3 ആൺമക്കളും ഞാനും അടങ്ങുന്ന ചെറു കുടുംബത്തിന്റെ പഠനം മറ്റു പരിപാലനവുമൊക്കെ 90% അവളിലാണല്ലോ. രാവിലെ ഷോപ്പ് തുറക്കുവാൻ ഞാൻ പുറത്തിറങ്ങി പോകുന്നതോടെ ആ വീടിന്റെ എല്ലാ സംരക്ഷണവും അവൾ സ്വയം ഏറ്റെടുക്കേണ്ടി വരുന്നു. എല്ലാം കഴിഞ്ഞ് രാത്രി 11 കഴിയും അവളൊന്ന് കിടക്കാൻ. വേണ്ടാന്ന് പറഞ്ഞാലും അതിന്റെ പേരിൽ ചിലപ്പോൾ പിണങ്ങേണ്ടി വന്നാലും അവളുടെ കൈകാലുകൾ വീടിന്റെ അകവും പുറവും കറങ്ങി നടക്കും. പ്രസവത്തിന്റെ 3-4 മാസം മുൻപേ ഉറക്കം നഷ്ടപ്പെട്ട രാത്രികളായിരുന്നു അവൾക്ക്. അവസാന ദിവസങ്ങളിൽ അവൾ ഉറങ്ങാത്ത ദിവസങ്ങൾ കൂടിക്കൂടി വന്നു. പ്രസവത്തിന് ഏത് ആശുപത്രി തിരഞ്ഞെടുക്കണമെന്നായിരുന്നു തുടക്കം മുതലേ ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചിരിക്കുന്ന നേരങ്ങളിൽ ചർച്ച ചെയ്തിരുന്നത്. പരിശോധനയ്ക്ക് കൂറ്റനാട് ആശുപത്രിയിൽ പോകാം. പ്രസവം നമുക്ക് പൊന്നാനിയിലെ അമ്മത്തൊട്ടിൽ ആവാം, അല്ലെങ്കിൽ മറ്റൊരിടത്ത്. കൂറ്റനാട് ഹോസ്പിറ്റൽ പ്രസവത്തിന് പ്രാധാന്യമുള്ള ഹോസ്പിറ്റലാണ്. വീട്ടിലെ മിക്ക കുട്ടികളും ജനിച്ചത് കൂറ്റനാട് ഹോസ്പിറ്റലായിരുന്നു. ഇടയ്ക്ക് ചില പ്രസവ മരണങ്ങൾ, നേഴ്സുമാരുടെയും മറ്റു ചില ജീവനക്കാരുടെയും വെള്ളിയേട്ടൻ ചമയൽ, ഇതൊക്കെ പരക്കെ ഒരു സംസാര വിഷയമാവുകയും ആ കാരണങ്ങളാൽ ഈ അടുത്ത കാലങ്ങളിലായി പലരും പെരുമ്പിലാവിലോ വളാഞ്ചേരിയിലോ മറ്റോ പലയിടങ്ങളിലേക്കുള്ള ഹോസ്പിറ്റലിലേക്കൊക്കെ മാറിപ്പോയി തുടങ്ങി. അത്തരം ചില ആളുകളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ സ്വാധീനിച്ചു തുടങ്ങുമ്പോഴാണ് ആദ്യ അവസാനം വരെയുള്ള പരിശോധന മാത്രം കൂറ്റനാട് വെച്ച് ചെയ്യാമെന്ന ഉദ്ദേശത്തിൽ അവിടെ പോകുന്നത്. ടോക്കൺ എടുക്കുമ്പോൾ അവിടെയുള്ള പ്രശസ്തരായ ഡോക്ടേഴ്സിനെയാണ് തെരഞ്ഞെടുത്തതെങ്കിലും ലഭിച്ചത് ആദ്യമായി കേൾക്കുന്ന ഒരു പേരാണ് ഡോക്ടർ യശസ്സിനി. 2 മനസ്സോട് കൂടിയാണ് ടോക്കണും കയ്യിൽ പിടിച്ച് ആ വരാന്തയിൽ പേര് വിളിക്കുന്നതും കാത്ത് അക്ഷമയോടെ കാത്തിരുന്നത്. ആദ്യത്തെ പ്രാവശ്യമുള്ള ചെക്കപ്പ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോരുമ്പോൾ ചെറിയൊരു തീരുമാനത്തിൽ ഞങ്ങൾ എത്തപ്പെട്ടു തുടങ്ങിയിരുന്നു. പിന്നീടുള്ള 9 മാസത്തിലെത്തുമ്പോൾ പ്രസവം കൂറ്റനാട് തന്നെ നടക്കട്ടെ എന്ന തീരുമാനത്തിൽ ഞങ്ങളെ എത്തിച്ചത് യശസ്സിനി ഡോക്ടറിൽ ഞങ്ങൾക്കുണ്ടായി തുടങ്ങിയ വിശ്വാസമായിരുന്നു. കാരണം പ്രസവമുറിയുടെ വാതിൽക്കൽ അക്ഷമയോടെ, അതിലേറെ പ്രാർത്ഥനയോടെ ഉള്ളപിടഞ്ഞ് കാത്തിരിക്കുമ്പോൾ ഒരു ചെറിയ മിന്നായം പോലെ ഡോക്ടർ എന്നെയും കടന്നുപോയി. പെട്ടെന്ന് അവർ തിരിച്ചു വരുന്നത് കണ്ട് ഞാൻ അവരെ നോക്കി. 6ാം മാസത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ അവർ എന്നെ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് എന്നെ അറിഞ്ഞിരിക്കുവാൻ ഒരു വഴിയുമില്ല എന്ന് കരുതി എനിക്ക് തെറ്റി. ആ ഒരു കാഴ്ചയിൽ എന്റെ രൂപവും ഭാവവും ഒക്കെ അളന്നു മുറിച്ച് മനഃപ്പാടമാക്കിയിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നി. ഉമൈറയുടെ ഭർത്താവ് സമദല്ലേ? അതേ എന്ന് ഞാൻ. പേടിക്കേണ്ട കേട്ടോ, അവളിപ്പോ പുറത്തിറങ്ങും. നിങ്ങൾക്ക് നല്ലൊരു സമ്മാനവും ഉണ്ടാവും. തൊട്ടടുത്ത് നിന്നവരൊക്കെ എന്നെ നോക്കുന്നുണ്ട്. നിന്നെ പരിചയമുണ്ടല്ലേ എന്ന ഭാവത്തിൽ സഹായിയായി വന്ന അവളുടെ ഉമ്മയും എന്റെ പെങ്ങളും എന്നെ നോക്കുന്നു. ഞാൻ ഒന്നും അറിയാത്ത പോലെ നിൽക്കുന്നു. ആകാംക്ഷയുടെ നിമിഷങ്ങൾ ഇഴഞ്ഞു നീങ്ങി. അതിനിടയിൽ എപ്പോഴും ഒരു കോൾ വന്നു. ഒരു വീടിന്റെ മേൽക്കൂര ശരിയാക്കി കൊടുക്കുവാൻ നമ്മൾ പറഞ്ഞിരുന്നല്ലോ, അതിന്റെ ഫണ്ട് ശരിയായിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റലും തിരക്കും മൂലം എനിക്ക് അവരെ വിളിക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. അടുത്തു തന്നെ പണി തുടങ്ങുമെന്ന് പറഞ്ഞപ്പോൾ അവർ സന്തോഷത്തോടെ ഫോൺ വെച്ചതും പ്രസവമുറിക്ക് മുൻപിൽ കാത്തുനിന്നിരുന്ന പെങ്ങളുടെ ഫോൺ വന്നു. ഓളു പ്രസവിച്ചു. പെട്ടെന്ന് ഇങ്ങോട്ട് വാ, നിന്നെ ഡോക്ടർ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. താഴെ നിലയിൽ നിൽക്കുന്ന ഞാൻ മുകളിലേക്ക് ഓടിക്കേറിയത് എങ്ങനെയെന്ന് ഓർമ്മയില്ല. 3 ആൺമക്കളുള്ള ഞങ്ങൾക്ക് ഒരു പെൺകുഞ്ഞ് വേണമെന്നത് അതിയായ ആഗ്രഹമായിരുന്നു. പെൺകുഞ്ഞായാൽ പ്രസവം നിർത്തുകയാണ് നല്ലതെന്ന് പലരും ഉപദേശിക്കുന്നു. എന്താണ് താല്പര്യമെന്ന് ചോദിച്ചപ്പോൾ അവളുടെ ഇഷ്ടം ഏതായാലും എനിക്ക് സന്തോഷമെന്ന് ഞാൻ. പെൺകുട്ടിയല്ലെങ്കിൽ നിങ്ങൾക്ക് വിഷമമാകുമെന്ന് അവൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ടെങ്കിലും നമുക്ക് നൽകുന്നതെന്തായാലും പഠിച്ചോൻ തരുന്നതാണ്, അതിൽ ഞാൻ സംതൃപ്തനാണെന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കാറാണ്. എങ്കിലും ഒരു പെൺകുഞ്ഞ് വേണമെന്ന ആഗ്രഹം ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നു. എന്റെ ആഗ്രഹം അതാണെന്ന് അവളോട് പറയുകയും ജനിച്ചത് ആൺകുട്ടിയാവുകയും പ്രസവം നിർത്തുകയുമായാൽ അവളുടെ നെഞ്ച് കലങ്ങിപ്പോകുമെന്ന് മറ്റാരേക്കാളും എനിക്ക് നന്നായി അറിയാവുന്നത് കൊണ്ട് അങ്ങനെ പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞു മാറും. ഓരോ സ്കാനിങ്ങിലും ചെക്കപ്പിലും ചോദിക്കുവാൻ പാടില്ലാഞ്ഞിട്ടും അവൾ ഡോക്ടറോട് ചോദിച്ചു, ഇത് പെൺകുട്ടിയാണോ? എന്നെ ഒരു നോട്ടം കൊണ്ട് പഠിച്ചെടുത്ത ഡോക്ടർ അവളെ പച്ചവെള്ളം പോലെ മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ ആഗ്രഹം നടക്കാൻ ഞാൻ പ്രാർത്ഥിക്കാമെന്ന് അവര് മറുപടി നൽകും. പെങ്ങളെ കണ്ടതും എന്ത് കുഞ്ഞാണെന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ നിന്നെ കാണണമെന്ന് പറഞ്ഞ് അവർ മാറി നിന്ന് കരഞ്ഞു ചിരിക്കുന്നു. വാതിൽ മുട്ടിയപ്പോൾ നേഴ്സ് വാതിൽ തുറന്നു. എന്റെ പേര് ചോദിച്ചു. അകത്തേക്ക് കയറാൻ പറഞ്ഞു. ഡോക്ടർ അപ്പോഴവിടെ കാത്തു നിൽക്കുന്നു. സമദ്, ഒരു സർപ്രൈസ് ഉണ്ട്. അവൾ പ്രസവിച്ചു. പെൺകുഞ്ഞാണ്. അറിയാതെ കണ്ണുകൾ നിറഞ്ഞ് വാക്കുകൾ ഇടറി. കൈകളിൽ ഒരുപോലെ ആകാശത്തേക്ക് പൊങ്ങി.
ഡോക്ടർ കൈകൾ നീട്ടി ഷെയ്ക്ക് ഹാൻഡ് തരുന്നു. സന്തോഷം നിറഞ്ഞ് ഞാൻ മുറിവിട്ട് പുറത്തിറങ്ങി. കുട്ടി എന്താണെന്ന് ഞാൻ സമദിനോട് പറയുമെന്ന് ഡോക്ടർ പുറത്തിരിക്കുന്നവരോട് പറഞ്ഞിരുന്നു അത്രേ. എല്ലാം കഴിഞ്ഞ് അവളും കുഞ്ഞും പുറത്തിറങ്ങിയപ്പോഴാണ് മരണവേദനയോട് തുല്യമാകുന്ന പ്രസവ സമയത്ത് അവൾക്കൊപ്പം മുടി തഴുകി സമാധാനിപ്പിച്ചും അവളുടെ സ്വന്തം എന്ന പോലെ അവളെ പരിചരിച്ച ഡോക്ടറുടെ സേവനത്തെക്കുറിച്ച് അവൾ പറയുന്നത്. ഹോസ്പിറ്റൽ വിടുന്നത് വരെ അവർ പലപ്പോഴും റൂമിൽ വന്നു പോയി. അവരുടെ കുടുംബത്തെക്കുറിച്ച് പറഞ്ഞു. അവരുടെ കുഞ്ഞിന്റെ ഫോട്ടോ കാണിച്ചു തന്നു. ഞങ്ങളിൽ ഒരുവളായി അവർ നിന്നു. ജീവിതത്തിൽ ഇങ്ങനെ ഒരു ഡോക്ടറെ ഞാൻ കണ്ടിട്ടില്ല. സാധാരണ പ്രസവം എടുക്കുമ്പോൾ ഡോക്ടർ നഴ്സുമാർക്ക് നിർദ്ദേശം നൽകി ഒപിയിലെ രോഗികളെ പരിശോധിക്കുവാൻ പോകും. അപൂർവമെങ്കിൽ ഒപ്പം നിൽക്കും. അതും എത്രയോ പ്രസവം കണ്ട ഭാവത്തിൽ. പ്രസവിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണെന്ന മട്ടിൽ പേരിനൊപ്പം നിൽക്കുന്ന സംഭവങ്ങൾ നിരവധി പേർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നഴ്സുമാരാണെങ്കിൽ അപൂർവം ചില നഴ്സുമാർ ഒഴികെ കടുത്ത വാക്കുകൾ ഉപയോഗിക്കുന്നിടത്ത് സാജിദ എന്ന എന്റെ നാട്ടുകാരുടെ സേവനം അവൾക്ക് ഏറെ സഹായകമായി. അതെ, ഇങ്ങനെയും ഒരു ഡോക്ടർ കൂറ്റനാട് ഹോസ്പിറ്റലുണ്ട്. ഒരുപാട് ടെൻഷൻ അടിച്ചു നിന്നതൊക്കെ വെറുതെ ആയിരുന്നുവെന്ന് ഈ ഡോക്ടർ അവിടെ ഉള്ളപ്പോൾ അതിന്റെ ഒരു ആവശ്യമുണ്ടായിരുന്നില്ലെന്നും കഴിഞ്ഞു പോയ ദിവസങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ തോന്നാറുണ്ട്. പ്രിയപ്പെട്ട ഡോക്ടർ യശസ്വിനി, നന്ദി. ദൈവം താങ്കളെ അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെയായിരുന്നു ആ കുറിപ്പ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലേ. നന്ദി.